ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ബ്രെഡ് കനാറ്റ്സ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് സവാള പൊടിയായി അരിഞ്ഞത്, ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം സവാള എടുത്തിട്ടുണ്ട്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ തക്കാളിയും ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ്. ഇനി ചിക്കൻ ചേർക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോന്നിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പിസ്സയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ഇതിലേക്ക് മിക്സായി കിട്ടണം. അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സായിരിക്കണം, വിട്ടിരിക്കാതെ എല്ലാം നന്നായിട്ട് യോജിച്ച് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ബ്രെഡിൽ പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടീസ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ ചീസ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ബോട്ടിലിൻ്റെ ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കട്ടറോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിരിക്കണം. അപ്പോൾ ഒരു ബ്രെഡിനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ചെറുതിനെ കൊണ്ട് ഒന്നുകൂടി കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതെടുത്തത്. ഇനി ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഈ വലിയ ടോപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ല ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വലിയ ടോപ്പ് വെച്ചിട്ട് തന്നെ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല പുതിയ ബ്രെഡായിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു ബ്രെഡ് കനാപ്സ് ഉണ്ടാക്കാൻ 2 ബ്രെഡ് വേണം. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിൽ നിന്ന് ഒന്നിനെ ചെറിയ കട്ടർ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വലിയ ടോപ്പ് വെച്ചിട്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ചെറിയ ടോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ വലിയ ടോപ്പ് വെച്ച് കട്ട് ചെയ്തതിന് ഈ ചെറിയ ടോപ്പ് വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റിങ് പോലെ കിട്ടും. അപ്പോൾ ഈ ചെറിയ ടോപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതൊരു നല്ല റിങ് പോലെ കട്ട് ചെയ്തിട്ട് വരും. ഈ കട്ട് ചെയ്തതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ബാക്കി പീസിലും ഇതുപോലെ നമുക്ക് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ റിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനുള്ളിൽ ഫില്ലിങ് വെക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇടയിൽ പേസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കണം.
നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഇതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ റിങ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതിൽ ഒട്ടിപ്പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ റിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഓവന് ഒന്ന് 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഫില്ലിംഗ് എല്ലാം നന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ബേക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചീസും എല്ലാം വെച്ച് കൊടുത്തു. ഇനി ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള എല്ലാത്തിലും ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനും പിന്നെ ഈവനിങ് സ്നാക്കായിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 7 to 10 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. താങ്ക് യു.